വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ആവണീസിലേക്ക് പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഇതാ നേരം വെളുത്ത് വരുന്നേ കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ അലോകത്തിന് ചെടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മഞ്ഞുള്ളിയുടെ എഫക്റ്റ് നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ നോക്കി ഈ ഒരു ഇലയിലൊക്കെ നോക്കി നന്നായിട്ട് നമ്മളിവിടെ ഇങ്ങനെ സ്പ്രിങ്ങളോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, പക്ഷെ നോക്കി നല്ല രീതിയിലായിട്ട് മഞ്ഞുതുള്ളികൾ ഇങ്ങനെ വന്ന് വീണ് കഴിഞ്ഞിട്ട് ആ ഏരിയ ഫുള്ള് നിറഞ്ഞിട്ട് വെള്ളയ്ക്കൊക്കെ നോക്കിയാൽ നമുക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അന്ന് കുടഞ്ഞാൽ തന്നെ നമുക്ക് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടുത്തടിക്കും. ആ ഒരു ലെവലിലാണ് നമ്മുടെ തണുപ്പും അതേപോലെ തന്നെ മഞ്ഞുതുള്ളിലേക്ക് ഇരിക്കും. നമ്മുടെ ചെടികളൊക്കെ തണുത്ത് മരച്ചിരിക്കുക കേട്ടോ. കൂട്ടത്തിൽ നമ്മളൊന്നും വേണ്ട, കാരണം കുറച്ച് നേരമായിട്ട് നമ്മൾ പറമ്പിലേക്കൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു തണുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പുലർച്ചയ്ക്ക് വിട്ട് നല്ല തണുപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. മഞ്ഞൊക്കെ പെയ്ത് എത്ര വേനൽക്കാലമായാലും നമുക്കിവിടെ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആട്ടോ, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നോക്കി ഇപ്പോൾ ഞാൻ രാവിലെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കിളികളുണ്ട് കേട്ടോ. പലതരം കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് മൊത്തത്തിൽ എന്താ പറയുക, നമ്മളൊരു സൂവിലൊക്കെ പോയൊരു ഫീലാട്ടോ. കലബില ബഹളമൊക്കെ ആയിട്ട്. അപ്പോൾ എന്നാൽ നമ്മുടെ ഇന്നത്തെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഫുള്ള് നമ്മൾ ഏലം അതുപോലെ തന്നെ കാപ്പി കേട്ടോ നമ്മൾ ചെയ്തത്. നമുക്ക് ഈ കാപ്പിയിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ പൂത്തിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു കാപ്പി. നല്ല മണം കേട്ടോ നമ്മുടെ ഈ ഒരു കാപ്പിയുടെ പൂവിന്. കറക്റ്റ് നമ്മുടെ മുല്ലപ്പൂവിനൊരു ടെക്സ്ചറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നോക്കി താഴേക്കൊക്കെ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂത്ത് മതി. ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലാണ് പൂത്ത്. അപ്പോൾ അന്ന് പൂക്കാത്ത ഭാഗങ്ങൾ ആ ഒരു കമ്പുകളും ഒക്കെ ഫുള്ള് ഇപ്രാവശ്യം പൂത്തിരിക്കണം. അപ്പോൾ നേരത്തെ പൂത്തുകൊണ്ട് ആ നേരത്തെ പൂത്ത ഏരിയയിലൊക്കെ ചെറിയ ചെറിയ കായ്കൾ ഇങ്ങനെ ഫോം ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതാ നമുക്ക് ഇവിടേക്ക് ഇതൊക്കെ ഇനി വലുതായി നമുക്ക് കായായി നമ്മുടെ കാപ്പിക്കുരു ആയിട്ട് മാറും. എന്നാൽ നമുക്ക് അതൊക്കെ വരുന്ന ഓരോ വീഡിയോസിലൂടെ കാണിക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ മുളക് തൈയൊക്കെ നടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളക് തൈ നട്ടതിന് ശേഷം നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് മണ്ണൊക്കെ കൂട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വലിയ വളങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു അടിപൊളി വളം കൊടുക്കാം. അപ്പോൾ ആ ഒരു വളം എന്തിനാണ് കൊടുക്കുന്നത്, അപ്പോൾ തന്നെ അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പറ്റുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ഏരിയയൊക്കെ നോക്കി നേരത്തെ പൂക്കാത്ത കമ്പുകൾ ഫുള്ള് ഇപ്പോൾ പൂത്ത് നിൽക്കുവാണേ. അതേപോലെ തന്നെ നേരത്തെ പൂത്ത കമ്പുകളിലൊക്കെ ഇതാ കായും ഉണ്ട്. ഇതൊക്കെ നോക്കി ഇതൊക്കെ ഇങ്ങനെ കായായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കായായിട്ട് ഇതിങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസൊക്കെ വെച്ച് നല്ല കളർഫുള്ളായിട്ട് മാറും. ഇതിപ്പോൾ പല സ്റ്റേജിലുള്ള പൂക്കളും കായ്കളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി സൈസ് കൂടിയ കായ്കളാണ് ഇതൊക്കെ. മൊത്തത്തിലിങ്ങനെ എന്താ പറയുക, ആ ഒരു മഞ്ഞുതുള്ളിയിൽ ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് നമ്മുടെ ഓരോ ഇലകളിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കതിൻ്റെ ഒരു കറക്റ്റ് എഫക്റ്റ് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ താഴേക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൂത്ത് നിൽക്കുന്ന കാപ്പികൾ. അപ്പോൾ നമ്മൾ താഴേന്ന് കയറി വരുവാണേ. എന്നാൽ നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ ആവശ്യമുള്ള ഒരു ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ ഇത് സെറ്റായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഏത് ഫെർട്ടിലൈസറാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചതാ, ഈ ഒരു ഫെർട്ടിലൈസറാണ് ഇത് യാരാമില. ഇതൊരു NPK വളമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കർഷകരായ കുറേ പേർക്ക് ഞാൻ പറയാതെ തന്നെ അറിയണ്ടാവും. കാരണം ഒരുപാട് ബെനിഫിറ്റാണ് നമുക്ക് ഈ യാരാമിലക്കുള്ളത്. NPK വളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വരുന്നതൊരു 25 കിലോ ചാക്കിലാട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗത്തോളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെടികൾക്ക് ഇതുപോലെ തന്നെ പച്ചക്കറി ചെടികൾ അതേപോലെ തന്നെ നമ്മുടെ ഗാർഡനിലേക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു NPK വളമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ഒരു യാരാമിലിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കോംപ്ലക്സുകളും നമ്മുടെ ഈ ഒരു വാങ്ങിക്കുന്ന ഈ ഒരു ചാക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 25 kgയുടെ ഒരു ചാക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് നമ്മുടെ ഈ ഒരു യാരാമില എന്ന് പറഞ്ഞത്. പിന്നെ കൊടുക്കുന്ന റേറ്റിന് നല്ലൊരു റിസൾട്ട് നമുക്ക് എന്തായാലും ഈ ഒരു യാരാമില തരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഒരുപാട് അമിനോ ആസിഡ്സ് അതേപോലെ തന്നെ വാട്ടർ സോലു പൊട്ടാസ്യം മഗ്നീഷ്യം സൾഫേറ്റ് അങ്ങനെ ഒരുപാട് മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടൊരു കിഡിലൻ സംഭവം തന്നെയാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫെർട്ടിലൈസർ കൂടിയാണ് നമ്മുടെ ഒരു യാരാമില. ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഒരു 25 kg ഒരു 3/4 ഭാഗത്തോളം നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഏലത്തിന് തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ചിമ്മും കാര്യങ്ങളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ ഏലത്തിൻ്റെ ചൂടുകളെല്ലാം നിൽക്കുന്നത് തന്നെ. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും അതേപോലെ നമ്മുടെ വളമൊക്കെ എടുത്ത് നമുക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിലാട്ടോ നമ്മുടെ വളകൾ. നേരത്തെ ഞാൻ കയ്യിൽ എടുത്ത് കാണിച്ചപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നല്ലോ. അപ്പോൾ നല്ല ബ്ലൂ കളറിൽ നോക്കി ചെറിയ മണി പോലത്തെ ഒരു ഫോമിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഗാർഡൻ അതേപോലെ തന്നെ നമ്മുടെ വെജിറ്റേറിയൻ പ്ലാന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് വളത്തിൻ്റെ ആവശ്യമില്ല. കാരണം അതെന്ന് പറയുമ്പോൾ ഒരു കാലാവധി വരെ ഉണ്ടാവുള്ളൂ. മാത്രമല്ല നമ്മുടെ ഈ ഒരു ഏലം പോലത്തെ നമ്മുടെ കൃഷിയിടത്തിലൊക്കെ യൂസ് ചെയ്യുന്ന അത്രയും ക്വാണ്ടിറ്റിക്ക് നമുക്കിതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു വളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 സ്പൂൺ ആ ഒരു അളവിൽ മതിയിട്ട്. കാരണം നമ്മുടെ NPK വളങ്ങൾ പോലത്തെ വളങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നല്ല പവർ കൂടിയ വളങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡോസ് വെച്ചൊന്നും വേണ്ട ആവശ്യമില്ല. കുറച്ച് മതിയിട്ട് നമുക്ക് നല്ല അമേസിങ് റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ തീരെ ഇങ്ങനെ
വാടി കരിഞ്ഞ് അതുപോലെ തന്നെ മുരടിച്ചൊക്കെ നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടി പറ്റും. കാരണം അത്രയും നല്ല രീതിയിൽ ഇങ്ങനെ മുരടിച്ചൊക്കെ നിൽക്കുന്ന പ്ലാന്റ്സിലേക്കൊക്കെ ഈ ഒരു വളം പ്രോപ്പർ ടൈമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2 പരിവം വെച്ചിട്ട് നമുക്കിത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും. കാരണം എത്ര വാടി കരിഞ്ഞ് മുരടിച്ച് നിൽക്കുന്ന ചെടിയും അത്രയും നല്ല ഇരട്ടി ശക്തിയോടെ നന്നായിട്ട് തന്നെ കരുത്തുറ്റതാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു വളം തന്നെയാണ് നമ്മുടെ ഒരു ഗ്യാരാമിലയുടെ ഒരു NPK വളം. ഏതൊരു പ്ലാന്റിൻ്റെ കേസിലായാലും അതിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്തും പ്രോപ്പർ ആവണം, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിരിക്കണമല്ലേ പ്ലാന്റ്. എന്നാൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാട്ടോ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ. നോക്കിയാൽ വെയിലൊക്കെ വന്ന് തുടങ്ങുന്നില്ല. അപ്പം നമുക്ക് നല്ല വെയിൽ വരുന്നതിന് മുന്നേ ഈ ഒരു വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ എഫക്റ്റീവായിട്ടൊരു വെയിൽ വരുമ്പോഴത്തേനും നന്നായിട്ട് പിടിക്കുകയും കൂടി ചെയ്യും. നമ്മുടെ മെലസ്റ്റോമയ്ക്കൊക്കെ നമ്മളിത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് തന്നെയാണ് നന്നായിട്ട് ഇങ്ങനെ പൂ തെളിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ മെലസ്റ്റോമ പോലെ നമ്മുടെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെയും പ്രൊഡക്ഷനും ഗ്രോത്തും അതുപോലെ തന്നെ സൈസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിതിൻ്റെ ഡോസ് എടുക്കാൻ വേണ്ടത്. ഒരുപാട് ഡോസ് കൂട്ടിയിട്ട് ചെറിയൊരു പ്ലാന്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് കൊടുക്കേണ്ടേ വരില്ല കേട്ടോ. ആ രീതിയിൽ ചിലപ്പോൾ നമുക്ക് കരിഞ്ഞുണങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് ഡോസ് കൂടി കഴിഞ്ഞാൽ ഈ എല്ലാ വളങ്ങളായാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡോസേജ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കുറച്ച് വലിയൊരു പ്ലാന്റൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഗാർഡനിലായാലും അതേപോലെ തന്നെ നമ്മുടെ വെജിറ്റേറിയൻ പ്ലാന്റ്സിലൊക്കെ കൊടുക്കുന്നതിന് ഇരട്ടി ഡോസാണ് നമ്മുടെ കൃഷിയിടത്തിൽ നമ്മുടെ ഏലത്തിനൊക്കെ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ഒരു ഡോസിൽ കൊടുത്താൽ നമുക്ക് അത് എവിടെ എത്തില്ല. കാരണം ഒരുപാട് ചിമ്പും തട്ടുകളൊക്കെ നന്നായിട്ട് തന്നെ വരണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു വലിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് കൊടുത്തിട്ട് കാര്യമില്ല. അതായത് പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചിട്ട് തന്നെ ഡോസേജ് ശ്രദ്ധിക്കാൻ വേണ്ടി എന്തായാലും മറക്കല്ലേ. അപ്പോഴേ ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഒരു കമ്പാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മളിപ്പോൾ ഈ ഒരു കപ്പിലേക്കാണല്ലോ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു അളവിനെടുത്തുള്ളത്. എന്തായാലും അത് കമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് നമ്മൾ ആ ഒരു കപ്പിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. കാരണം എന്നാലത് നന്നായിട്ട് തന്നെ എവിടെയും കട്ടയും തരികളൊന്നുമില്ല നന്നായിട്ടൊന്ന് അലുത്തതിന് ശേഷം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമ്മൾ ആ ഒരു ചെടികളിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും നോക്കി അതൊന്ന് ഇളക്കിയപ്പോഴത്തേനും അതിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആയി തുടങ്ങി. നോക്കി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇങ്ങനെ ഡയലൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു അടിപൊളി വാട്ടർ സോലബിൾ ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ കൂടിയാണ്. ഈ മണിയുള്ള ഫോമിലാണെങ്കിൽ ഇത് പെട്ടെന്ന് ലയിക്കും. അങ്ങനത്തൊന്നും സംശയം നടന്നത് പെട്ടെന്ന് നടന്നത് ലയിച്ച് നോക്കിയത് ഓൾമോസ്റ്റ് ഒരു പകുതിയോളം നാട്ടിൽ തന്നെ അത് ലയിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ലയിക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഫുള്ള് ലയിക്കും. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ പോലും നന്നായിട്ട് നമുക്ക് ഇളക്കി എല്ലാം ഒരേ ലെവലിൽ നമുക്കൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതായത് നമ്മൾ എന്ത് വളം കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ പാത്രത്തിൽ എന്തെങ്കിലും ആക്കിയതിന് ശേഷം അതിനൊന്ന് നന്നായി ഡയലൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെയിനായിട്ടുള്ള ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് കൂടുതലുള്ളത് അതായത് മൊത്തത്തിൽ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലയിക്കാൻ കുറച്ചൊരു താമസം പിടിക്കുകയും ചെയ്യും. ഒരു കണ്ടൻറ്റ് എല്ലാവരും ഒരേ ലെവലിൽ എത്തില്ല. അങ്ങനെ എന്തായാലും ഒരു 3/4 ഭാഗത്തോടെ നന്നായിട്ട് നമ്മൾ ഡയലൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡയലൂട്ട് ചെയ്യുന്നതോറും നോക്കി നല്ല ബ്ലൂ കളറിലെ ഒരു അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ഇത് അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും ഒരു ബക്കറ്റിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് ബക്കറ്റിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ എന്തായാലും ഒന്നുകൂടി നന്നായിട്ട് ഡയലൂട്ട് ചെയ്തെടുക്കട്ടെ. അതിന് ശേഷം കാരണം അതുകൊണ്ട് നമ്മുടെ ഈ ഫ്ലവറിങ് പ്ലാന്റ്സിലൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പൂത്ത് പോകുന്ന മെലസ്റ്റോമയുടെ ഒക്കെ പിന്നിൽ ഈ ഒരു രഹസ്യമുണ്ട് ഗൈസ്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വളങ്ങളുണ്ട്. അപ്പോൾ എന്നാലും വഴിയെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബീൻസ് അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലത്തെ ചെടികളൊക്കെ കൊടുക്കുന്നതൊക്കെ നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടും. അപ്പോൾ ബീൻസൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് 45ാമത്തെ ദിവസം കായ പറിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസറും കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കായ പറിച്ചാലും തീരാത്ത അത്രയും കായ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഗൈസ്. NPK വളങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ, വേറെയും വളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരു വളത്തിന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള വളങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴ്ഭാഗത്ത് കുറച്ച് വിടുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും നമ്മുടെ വളമൊക്കെ നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടിഭാഗത്തേക്ക് ഒരു കുറച്ചുണ്ട് കേട്ടോ. അതായത് ഈ ഒരു കപ്പിൽ തന്നെ ഈ അടിഭാഗത്തേക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഡയലൂട്ട് ആവേണ്ട. എന്നാലും അത് ഞാനിതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് നേരം കൊണ്ട് വേറൊരു പരിപാടി ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് ചെടിക്കാണോ നമ്മളിപ്പോൾ ഈ ഒരു വളം കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നായിട്ട് നന്നായിട്ട് നനച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അതിലേക്ക് പിടിക്കുകയും ചെയ്യും, കുറച്ചുകൂടി
നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അങ്ങനെ വാടിപ്പോകാതെയും നല്ല എന്താ പറയുക നല്ലൊരു അടിപൊളി റിസൾട്ടിനെ നമുക്ക് തരാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ മുളക് ചെടികൾക്ക് തന്നെയാണ്. അപ്പോൾ എന്നാലും നമുക്ക് നേരെ പോയിട്ട് മുളക് ചെടി നന്നായിട്ട് നനച്ച് കൊടുക്കുക. ഇപ്പോൾ വെയിലൊക്കെ വരുന്നതേ അല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വെയിൽ വരുന്നതിന് മുന്നേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെയിൽ വരുമ്പോഴത്തേനും ഇത് സൂര്യപ്രകാശം ആഗ്രഹം ചെയ്ത് നന്നായിട്ട് അതിൽ നല്ല റിസൾട്ട് തരാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വെയിൽ വരുന്നതിന് മുന്നേ നന്നായിട്ട് നനച്ച് ഒരു വളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അമേസിംഗ് റിസൾട്ടിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഹോസൊക്കെ എടുത്ത് നിന്ന് കുത്തിട്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് നനച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ നമ്മൾ പൂച്ചെടി നട്ടതിൻ്റെ 2 സൈഡിലും താഴെ മേളിലായിട്ട് ഇങ്ങനെ ഒരു തട്ട് പോലെ ആയിട്ട് നമ്മളിപ്പോൾ നട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് സ്ഥലങ്ങളൊക്കെ പരമാവധി യൂസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് സ്ഥലങ്ങളാണല്ലോ ഉള്ളത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളൊക്കെ ഏരിയയൊക്കെ ഒരുപാട് അങ്ങനെ വെറുതെ കാട് പിടിച്ച് കിടക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പച്ചമുളക് കൃഷി അതുപോലെ തന്നെ ഓരോ കൃഷികളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ. കാരണം നമ്മുടെ ഗാർഡൻ്റെ ഇടയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ കിടക്കണം. അപ്പോൾ എന്തായാലും അത് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കുറേ കാടൊക്കെ കയറി പോവുകയല്ലേ ചെയ്യുള്ളൂ. പിന്നെ കാട് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 1.5 മണി തന്നെ ആയിരിക്കുമല്ലോ. ഗാർഡനിലൊക്കെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യം നനയും കൂടി ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് ഡെയിലി കാട് പറിക്കാൻ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഏരിയയിലൊക്കെ നന്നായിട്ട് വരുമ്പോൾ പച്ചമുളക് നല്ല അടിപൊളിയായിട്ട് ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ തൈകൾ ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചെറുതായിട്ട് ഒരു ഫ്ലവറിങ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടേ. എന്താ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നുണ്ട് ഗൈസ്. താഴേക്ക് കൊണ്ടിട്ട് 1-2 ഇങ്ങനെ ഈ ഒരു നിരയായിട്ട് അങ്ങനെ നട്ടിരിക്കുവാണേ. ഈ റോസ് വെച്ചിട്ടാണ് നമ്മുടെ ഗാർഡനിലും അതേപോലെ തന്നെ ഇതുകൊണ്ട് നമ്മുടെ പച്ചമുളക് അതുപോലെ നമ്മുടെ ചോളം അതിനൊക്കെ നമ്മൾ നനച്ച് കൊടുക്കാറ് ഈ റോസ് വെച്ചാണ്. അതാകുമ്പോൾ നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വലിച്ചിട്ട് പോകാട്ടോ. കാരണം നമ്മുടെ മറ്റേ ഈ റോസ് ഉണ്ടല്ലോ ഈ ബ്ലാക്ക് കളറുള്ള റോസ് ഈസി പോലത്തെ അതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്ന് വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുകയാണെങ്കിൽ ഒന്ന് പൊട്ടാനൊക്കെ ചാൻസ് കിട്ടും. വളഞ്ഞു ഒടിയൊക്കെ ചെയ്യും. ഇപ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല, നല്ല ഫ്ലെക്സിബിളാണ്. നോക്കി നമുക്കിനി എന്ത് ചെയ്താലും ഇതങ്ങനെ ഒന്നും ഇതാവില്ല. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഗാർഡനൊക്കെ നനച്ച് കൊടുക്കാനൊക്കെ അടിപൊളി തന്നെയാണ്. അതാണ് നമ്മുടെ മുളക് തൈകളൊക്കെ ഏകദേശം ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ചിലതിലൊക്കെ പൂവിട്ട് തുടങ്ങി, ചിലതിൽ പൂവിടുന്നതേ ഉള്ളപ്പോഴെങ്കിലും ഇനി പൂ ഇടാത്തത് നമുക്ക് പൂ ഇടിപ്പിക്കാനുള്ള ഐഡിയ ഒക്കെ നമ്മൾ എന്തായാലും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നതിലൂടെ ഒരു നല്ല കിഡിലൻ മാറ്റം തന്നെയായിരിക്കും നമ്മുടെ എല്ലാ തൈകൾക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഗൈസ് ഇത് ഫുള്ളായിട്ട് നനച്ച് വരുമ്പോഴത്തേനും കുറച്ച് ടൈം ഉണ്ടാവും. കാരണം ഈ ഒരു വരി ഫുള്ള് നമ്മൾ അങ്ങേ അറ്റം വരെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു താഴത്തെ വരി ഫുള്ള് അങ്ങേ അറ്റം വരെ ചെയ്തിരിക്കുക. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് നമ്മുടെ ഈ ഒരു ബോൾസത്തിൻ്റെ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ മുളക് തൈയും നല്ല അടിപൊളിയായിട്ട് നനച്ച് കൊടുക്കട്ടെ. നന്നായിട്ട് ചോടൊക്കെ നനഞ്ഞാൽ മാത്രമേ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു വളത്തിൻ്റെ ഒരു നല്ല റിസൾട്ട് കറക്റ്റായിട്ട് എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു സൺലൈറ്റൊക്കെ വരുമ്പോഴത്തേനും ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും. എന്നാലും നന്നായിട്ട് നനച്ച് കൊടുത്തതിന് ശേഷം കാണാം. നമ്മുടെ നന ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നനയ്ക്കാൻ പോകുന്നതിന് മുന്നായിട്ട് കുറച്ച് തരി ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ. അപ്പോൾ അത് ഞാൻ ഈ ഒരു കപ്പിൽ ഒഴിച്ച് വെച്ചിട്ടാണല്ലോ പോയിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ അലുത്തിട്ടുണ്ട്. നോക്കി ഒരു തരി പോലും ഇല്ലാതെ എനിക്ക് നന്നായിട്ട് തന്നെയായിട്ട് നലുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസറാണ് ഇപ്പോൾ മനസ്സിലായില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പണി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെ ചോട്ടിലായിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ചോട്ടിലേക്ക് ഒഴിക്കാതെ കുറച്ച് വിട്ട് ഇതേപോലെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു ചോട്ടിലൊക്കെ നമ്മൾ ചപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലതിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ ഈ നനയ്ക്കുന്ന വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ചോട്ടിലേക്ക് ഒരു തണുപ്പ് കിട്ടുമല്ലോ. ഈ ഒരു ലെവലിൽ നമുക്ക് എന്തായാലും ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്തായാലും ഗൈസ് നമ്മൾ കലക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടല്ലോ. അപ്പോൾ അതെന്തായത് ഏകദേശം തീരാനായിട്ട് നമുക്ക് ഒരു കപ്പ് ഫുള്ളില്ല കേട്ടോ. അതാ ഇത്രയായിട്ട് നമുക്ക് ബാലൻസ് ഉള്ളത്. അതിന് നമുക്ക് എന്തായാലും ഒരു ട്രിപ്പ് കൂടി കലക്കേണ്ടി കിട്ടും. മാത്രമേ നമ്മുടെ താഴ്ഭാഗത്തേക്ക് നമുക്ക് തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്കും ഫുള്ള് തീർന്നു. അപ്പോൾ നമുക്ക് താഴേക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അടുത്ത ട്രിപ്പ് കലക്കണം. അപ്പോൾ അത് നമുക്ക് കലക്കണം. അതിനുശേഷം നമുക്ക് ഈ നന്നായിട്ട് എല്ലാ അടിയും ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി നനച്ചു കൊടുക്കാൻ കേട്ടോ. മഴ പെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇനി ഒരു ക്ലൈമറ്റിൻ്റെ ഒരു പോക്കായിട്ട് അങ്ങനെ മഴ പെയ്യുന്നൊന്നും തോന്നില്ല കേട്ടോ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് നനച്ചൊന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അത് നല്ല അടിപൊളിയായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു ബാലൻസ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം
നന്നായിട്ട് തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് കലക്കി എടുക്കട്ടെ. ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കും. കാരണം ഗാർഡന് അതുപോലെ തന്നെ പച്ചക്കറി നമ്മുടെ വെജിറ്റബിൾസ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ ഒരു അടിപൊളി ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസർ തന്നെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം ഗൈസ്. കാരണം അത്രയൊരു മാജിക്കലായിട്ടുള്ള റിസൾട്ടിൻ്റെ അടുത്ത് നമുക്ക് തരുന്നത് ഒരുപാട് ഫ്ലവറിങ് കൂടി നല്ല രീതിയിൽ കായൊക്കെ കിട്ടാൻ നല്ല ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വിശേഷങ്ങൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത്. ബൈ.